തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ടിവിക്ക് അവിടെ ആഘോഷപ്രാണങ്ങൾ അതിന് തൊട്ടു പിന്നാലെ നടത്തി. ഡിഎംകെയുടെ വലിയ പ്രതിഷേധമായിരുന്നുണ്ട്. പാർലമെന്റിലും ഡിഎംകെ വിഷയം ഉന്നയിച്ചു. താൻ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ. ഡിഎംകെയുടെ ഔദ്യോഗിക പ്രതികരണം ഇതിന് തൊട്ടു പിന്നാലെ വന്നിട്ടുണ്ടോ സായികുമാർ? ഇതൊരു പ്രതിഷേധ ദിനമായി ആചരിക്കുന്ന രൂപത്തിലേക്ക് പോകുന്നുണ്ടോ? ടിവിക്കെയും ഇത് രാഷ്ട്രീയമായി തന്നെ കാണുന്നു. നാളെ ഇപ്പോൾ ബജറ്റ് സമ്മേളനം ആരംഭിക്കും മുൻപുള്ള ഒരു നാടകം എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒരു വസ്തു വരുകയാണ്. തീർച്ചയായും സ്മൃതി, സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ പ്രതികാരം എന്ന രീതിയിൽ തന്നെ ഈ വിഷയവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഡിഎംകെയുടെ തീരുമാനം. അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്ത് നിന്ന് പോലും നമ്മൾ കണ്ടു. ഇത് അടിയന്തരാവസ്ഥയേക്കാൾ മോശം സാഹചര്യം എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോലും ഉദയനിധി സ്റ്റാലിൻ നടത്തുന്നത്. സ്വാഭാവികമായും അങ്ങനെയൊരു രീതിയിൽ ഈ വിഷയത്തെ നേരിടാൻ തന്നെയായിരിക്കും ഡിഎംകെ തയ്യാറാവുക. അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് ഡിഎംകെ പോവുകയും ചെയ്യും. ഇത് കാവേരി വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം കൂടിയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് കാവേരി നദീജല പ്രശ്നം എന്നുള്ളത്. അവിടെ കർണാടക സർക്കാർ അവരുടെ നിലപാട് കടുപ്പിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വിജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ഒരു വിഷയമാണ് ഡിഎംകെ താൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ പറയുന്നത്. സ്വാഭാവികമായും ഈ കാവേരി വിഷയത്തിലെ നിലപാട് കൂടി, തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് കൂടി പറഞ്ഞുകൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ ഇനിയുള്ള പ്രതിഷേധം ഡിഎംകെ നടത്താൻ പോകുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് അവർ സ്വാഭാവികമായും ശ്രമിക്കും. ഇനിയിപ്പോൾ അല്പസമയത്തിനകം മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് എന്ത് നടപടി വരുന്നു ഈ വിഷയത്തിൽ എന്നുള്ളത് പ്രധാനമാണ്. അത് ആർക്ക് അനുകൂലമാകുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ഒരുപക്ഷേ 12 മണിവരെ അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങിയതിൽ കോടതി പരാമർശങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് അങ്ങനെ കരുതേണ്ടി വരും സ്മൃതി. അതായത് കർശനമായ നടപടി പാടില്ല എന്ന് പറഞ്ഞിട്ടും അതിന് മുൻപ് തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഏത് വിധത്തിലാണ് ഇനി കോടതി കാണുന്നത് എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ തമിഴ്നാട് സർക്കാരിന് വേണ്ടി ശക്തമായ വാദങ്ങൾ, ഇതിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകളൊക്കെ അദ്ദേഹത്തിന് മേൽ നിലനിൽക്കുമോ എന്ന തരത്തിലുള്ള വാദങ്ങൾ തമിഴ്നാട് സർക്കാർ സ്വാഭാവികമായും കോടതിയിൽ നടത്തുമായിരിക്കും. പക്ഷേ നടപടി പാടില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനെ ഏത് രീതിയിൽ കോടതി പരിഗണിക്കും എന്നുള്ളത് പ്രധാനമാണ്. അല്പസമയത്തിനകം തന്നെ ഈ കേസ് വീണ്ടും മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കാൻ പോവുകയാണ്. 12 മണിയോടുകൂടി കേസ് വീണ്ടും കോടതി പരിഗണിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഉദയനിധി സ്റ്റാലിനും അദ്ദേഹത്തിന്റെ വാദങ്ങൾ കോടതിയിൽ നിരത്തും. ഇതിനോടകം മുൻകൂർ ജാമ്യാപേക്ഷ അദ്ദേഹം മൂവ് ചെയ്തിരുന്നു. അത് സ്വാഭാവികമായും ജാമ്യാപേക്ഷയായി മാറുകയും ചെയ്യും. ഇനി അറസ്റ്റ് ചെയ്ത മണിക്കൂറുകൾക്കകം തന്നെ, മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സർക്കാരിനും പോലീസിനും വലിയ തിരിച്ചടിയാകും. അതോ അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ കോടതി അനുവാദം കൊടുത്താൽ അത് ഉദയനിധി സ്റ്റാലിന് തിരിച്ചടിയാകും. അങ്ങനെ ഇരു കൂട്ടർക്കും വളരെ വളരെ നിർണായകമാണ് അല്പസമയത്തിനകം കോടതി സ്വീകരിക്കാൻ പോകുന്ന നടപടി. ഉദയനിധിയെ എങ്ങോട്ടേക്കാണ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിരിക്കുന്നതിൽ വ്യക്തതയുണ്ടോ? ഇപ്പോൾ തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് തമിഴ്നാട് മാധ്യമങ്ങൾ പറയുന്നത്. തഞ്ചാവൂർ പോലീസാണ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കസ്റ്റഡിയിലെടുക്കുന്നത്. സ്വാഭാവികമായും തഞ്ചാവൂരിലേക്കാണ്. പ്രതിപക്ഷ നേതാവാണ്, വലിയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ, മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക. നിലവിൽ പോലീസ് സംഘം അദ്ദേഹവുമായി തഞ്ചാവൂരിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനോടൊപ്പം തന്നെയാണ് എഫ്ഐആറിലെ വിവരങ്ങളും പുറത്തു വന്നത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ നിലവിൽ ചുമത്തിയിട്ടുണ്ട്. കലാപാഹ്വാനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് പരിഗണിക്കുമ്പോൾ എടുക്കുന്ന നിലപാടാണ്